ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു another സ്റ്റഡി വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലീഷ് വർക്കൗട്ടിലൂടെയാണ്. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് എന്നെ നേരത്തെ ഫോളോ ചെയ്യുന്നവർക്കാണ്, എൻ്റെ റെഗുലർ വ്യൂവേഴ്സിനാണെങ്കിൽ അറിയാം. അതായത് ഞാൻ ഇംഗ്ലീഷിൻ്റെതും കൂടെ സയൻസിൻ്റെതും കുറച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇംഗ്ലീഷും സയൻസും ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറ്. അപ്പം ഇംഗ്ലീഷിൻ്റെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ പേപ്പേഴ്സാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി വർക്കൗട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ വൊക്കാബുലറി പോർഷനിൽ നിന്നുള്ള സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് തന്നെ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 50 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ധാരാളം വൊക്കാബുലറി, അതുപോലെ വൊക്കാബുലറി ആണെങ്കിലും ഇഡിയംസ്, ഫ്രേസൽ വെർബ് ആണെങ്കിലും ഗ്രാമർ പോർഷൻസിൽ നിന്നൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഐ എം നോട്ട് സീയിങ് അബൌട്ട് ദ PYQ ഓഫ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. തൊഴിൽ വാർത്തയാണോ തൊഴിൽ വീതിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അവരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് സോർട്ടഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണും, ഒരു 3-4 വോയിസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ എറർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ടാവും. പിന്നെ ഇഡിയംസ് കുറച്ചുണ്ടാവും, സിനോണിംസ് ഒരു കുറച്ച് 5-6 ഉണ്ടാവും, ആൻറ്റോണിംസ് 5-6 ഉണ്ടാവും. സോ ആ 50 ക്വസ്റ്റ്യൻസിൽ യു ക്യാൻ കവർ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രായും നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ എടുക്കാം. അപ്പം എക്സ്ട്രാ കവർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. ഇനി അതും നമ്മുടെ 1 hour ക്ലാസ്സാണ്. 1 hour 1 to 1:15 അങ്ങനെ ഒരു അത്ര അവറിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ അവറിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ PSC ബുള്ളറ്റിൽ അവർ ഇംഗ്ലീഷിൻ്റെ കുറച്ച് വർക്കൗട്ട് കുറച്ച് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു PDF ആക്കിയിട്ട് നമ്മളതും ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു അഗ്രിഗേറ്റ് എന്ന് പറയുമ്പം ഇംഗ്ലീഷിനോടുള്ളൊരു പേടി, മിക്കുള്ളവർക്ക് ഇംഗ്ലീഷ്, മാത്സ് ഇവരോടാണ് PSC എഴുതുന്നത് മിക്കുള്ളവർക്കും ഒരു പേടി. അപ്പോൾ ആ ഇംഗ്ലീഷിനോടുള്ളൊരു പേടി, ആ ഒരു ഇൻഹിബിഷൻ, വൊക്കാബുലറി പഠിക്കാനൊക്കെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനോടുള്ളൊരു ഇൻഹിബിഷനൊക്കെ കുറയും. കാരണം നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന വൊക്കാബുലറി ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി കണ്ടാൽ തന്നെ അതിൻ്റെ സിനോണിംസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനോട് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു വേർഡ്സിനോട് നമ്മൾ വീണ്ടും വീണ്ടും യൂസ്ഡ് ടു ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇംഗ്ലീഷ് നമ്മളെന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ഗ്രൂപ്പ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡിസ്കസ് ചെയ്ത് സിനോണിം, ഇപ്പോൾ എനിക്കറിയാത്ത സിനോണിം മറ്റൊരാൾ പറഞ്ഞു തരുമ്പം ഇറ്റ് വിൽ ബി മോർ യൂസ്ഡ് ടു ആവും. നമ്മൾ കുറേ ഇങ്ങനെ ഈ വാക്കുകൾ എപ്പോഴും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം കുറച്ചും കൂടി യൂസ്ഡ് ടു ആവും. അപ്പം നമുക്ക് ആ ഒരു ഇംഗ്ലീഷിനോടുള്ളൊരു പേടി മാറും. പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ മലയാളം എന്നുള്ളത് സ്കോർ ചെയ്യുക എന്നുള്ളത്. പിന്നെ മെയിൻസ് എന്ന് പറയുമ്പോൾ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മാത്സ്, 10 മാർക്ക് മലയാളം അങ്ങനെ ഉള്ളൂ. എങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ മാർക്കും ആക്ച്വലി എവറി മാർക്ക് കൗണ്ട്സ് എന്ന് പറയുന്നത്, ഒരു മാർക്ക് എങ്കിൽ ഒരു മാർക്ക്, അത് നല്ല കൗണ്ടിങ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ ദ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ, യു വിൽ ബി ഇൻ ദ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റാങ്ക് അല്ല, ആ ഒരു കാറ്റഗറി, ഈ ഒരു റേഞ്ചിൽ വരുന്നതാണ് അർത്ഥം. അപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അത് നമുക്ക് ആദ്യമേ പഠിച്ചെടുക്കാൻ പറ്റില്ല. പ്രാക്ടീസിലൂടെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഗ്രാമറിലൊക്കെ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ വൊക്കാബുലറി എല്ലാവർക്കും മടിയാണ് പഠിക്കാൻ. അപ്പോൾ വൊക്കാബുലറി നമ്മുടെ കയ്യിൽ കുറച്ച് ഇങ്ങനെ സെക്വേർഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇഡിയംസ്, ഫ്രേസൽ വെർബ് അത് കുറച്ച് സെക്വേർഡ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ മേഖലയിൽ ചോദിക്കുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, ഈ മേഖല മാത്സ് എന്നും പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് പോലെ തന്നെ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് മാത്സ്. അപ്പോൾ ഈ മേഖലകളൊക്കെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മേഖലകളൊക്കെ സ്ട്രോങ് ആക്കി വെക്കുക എന്നാണ് പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ആരോ കമൻറ്റിൽ ചോദിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു എന്ന് പറഞ്ഞു. നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വന്നിട്ടില്ല, ഡിസംബറിൽ വരുവുള്ളൂ. ഡിസംബർ വരെ നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. ദാറ്റ് ഈസ് 2 months നിങ്ങൾക്ക് 2 months കിട്ടില്ല, എന്നാലും ഒരു 1.5 month കിട്ടും. ഈ 1.5 month കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷും മാത്സും സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു ഫ്ലോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 മേഖല എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൺട്രീനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലെ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്ത് വേറൊരിടത്ത് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡെലിഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഡെലിഗേറ്റ്സ്.
ഇനി ടൈറാനി എന്താ? ടൈറാനി ക്രൂവലിറ്റി ആണ് കേട്ടോ. ക്രൂരതേനെയാണ് നമ്മൾ ടൈറാനി, അല്ലെങ്കിൽ ക്രൂവലിറ്റി എന്നുള്ള മീനിങ് ആണ് ടൈറാനി. അടുത്ത 41 നോക്കിയ PDF 41. He said that he didn't like that film. He said that he didn't like that film. ഇതെന്താ? ഏത് ഡയറക്റ്റിലാണോ അതോ ഇൻഡയറക്റ്റിലാണോ കിടക്കുന്നത് ഈ സെന്റൻസ്? ഇൻഡയറക്റ്റിലാണ്, കാരണം ദാറ്റ് ഉണ്ട്, ദാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഇത് ഏത് ടെൻസിലാണ് കിടക്കുന്നത്? ഹി ഡിഡിന്റ് ലൈക്ക് ദാറ്റ് ഫിലിം. പാസ്റ്റ് എന്ന് പറയുമ്പം ഏത് പാസ്റ്റ്? പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഏതാ? സിമ്പിൾ പാസ്റ്റ് ആണ്. ഹി ഡിഡിന്റ് ലൈക്ക് ദാറ്റ് ഫിലിം എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത്. അതിൽ ഇൻഡയറക്റ്റ് ആണ്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഒരാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമോ എന്ന്. നേരത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഞാൻ ആദ്യമേ ഈ സ്റ്റഡി വ്ളോഗിനൊക്കെ മുന്നേ PYQs ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് PSC നടത്തിയിട്ടുള്ള PYQs എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ വായിക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ആ ഒരു രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. വ്യൂസൊക്കെ ഭയങ്കര കുറവായിരുന്നു സത്യം പറഞ്ഞാൽ. 300, 500 ആ ഒരു റേഞ്ചിലായിരുന്നു വ്യൂസ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു, LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം അതെനിക്കും ഹെൽപ്ഫുള്ളായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ ആ ഒരു ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ LDCൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മീൻസ് ഞാൻ സെൽഫ് സ്റ്റഡി തന്നെ ആയിരുന്നു, ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കണം, നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് ചിലർക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു തന്നെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും ഇരുന്നേ പറ്റുള്ളൂ, കാരണം എക്സാം ഈസ് അപ്രോച്ചിങ്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഇരിക്കുക എന്നുള്ള രീതിയിൽ കുറേ വഴി തപ്പി. അങ്ങനെ അവസാനം കിട്ടിയൊരു വഴിയാണ് എന്നാൽ പിന്നെ നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പം നമ്മുടെ ടാബിൽ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചു, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, എന്നിട്ട് ഞാനത് വായിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ, റിവറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഗൈഡ് എടുത്ത് വെക്കും. ആ റിവറിനെ പറ്റിയിട്ടുള്ള എല്ലാം വായിക്കും. എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ വായിക്കും. അത് മിക്കുള്ളത് ഞാനത് റെക്കോർഡിലൂടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സത്യം കേട്ടോ. ഞാൻ ആ റെക്കോർഡ് ഓണാക്കി വെക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ റെക്കോർഡ് ഓഫ് ആവുന്ന വരെയെങ്കിലും ഞാൻ അവിടെ നിന്ന് പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ഓണാക്കി വെക്കുന്നത്. അപ്പോൾ അത് ഓണാക്കി വെക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിവേഴ്സ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇഫ് ഐ എം നോട്ട് റോങ് ഒരു 30 minutes to 1 hour ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ 1 hour ഒക്കെ എന്തോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും എന്തൊക്കെയോ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് 30 minutes ആക്കിയാണ് ഇടാറുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ 1 hour ഒക്കെ ഇരിക്കാറുണ്ട് ഇതിൻ്റെ പുറകിൽ. 1 hour ആണ് ശരിക്കും ആ വീഡിയോ എങ്കിലും ശരിക്കും ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് 2 hour ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അത്രയും ഇരുന്നാൽ മാത്രമേ എനിക്കത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 5 ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത്രയും പോർഷനാണ് അവിടെ കവറായി പോകുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മേഖലയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട നീതി ആയോഗോ ആസൂത്രണ കമ്മീഷനോ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കും. നീതി ആയോഗ് എന്ന് വന്നു, അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നപ്പം, അത് പുനഃസംഘടിപ്പിച്ചത് എപ്പം, ഇനി അതിൽ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എത്ര പേരാണ് അതിൽ മെമ്പേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വായിക്കും. നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ അതോടുകൂടി വായിക്കും. അപ്പോൾ നീതി ആയോഗ് അവിടെ തീർന്നു, പിന്നെ ആസൂത്രണ കമ്മീഷൻ വായിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ജോഗ്രഫി, നമ്മൾ പറഞ്ഞ റിവർ ആണെങ്കിൽ റിവറിനെ പറ്റിയുള്ള എല്ലാം വായിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ അത്രയും കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് PYQ ഡിസ്കഷൻ അല്ലെങ്കിൽ PYQ വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ അത് ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. PYQ എടുത്ത് വെറുതെ വായിച്ചാൽ പോരാ കേട്ടോ. ഒരു PYQ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ പഠിക്കുക, അങ്ങനെ വായിച്ചിട്ട് ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അത് തന്നെ എടുത്ത് ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോർഷൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് പോർഷൻ കവർ ആവണമെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ഗൈഡിലോ NCERT ബുക്കോ SCERTയോ എവിടെ നിന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ സോഴ്സ്, അതെടുത്ത് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് റിവിഷനാണ്. അത് ടൈം എടുക്കും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തീരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഞാൻ ആ ഒരു ക്ലാസ് കേട്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ആ ക്ലാസ്സിൽ ഞാൻ ചിലപ്പം 5 ക്വസ്റ്റ്യൻ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് തന്നെയാണ്, 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് അങ്ങനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല.
കാരണം ആ 5 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ എന്തോരം ഇൻഫർമേഷനാണ് എക്സ്ട്രാ പറയുന്നതെന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഞാൻ ആ ടൈമിൽ പഠിക്കുമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മടുപ്പുണ്ടായിരുന്നില്ല. എനിക്കത് ചെയ്യണമായിരുന്നു ആ വീഡിയോ. എന്നാലേ എൻ്റെ പഠിത്തം മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നൗ ദാറ്റ് ഞാനിപ്പോൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങനൊരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും പ്രിപ്പയർഡ് അല്ല. എനിക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് പിന്നിൽ വേറൊരു ഗൈഡ് എടുത്ത് അത്രയും വായിക്കുക എന്ന് പറയുന്നത് അത്ര എഫേർട്ട് ഇടേണ്ട എനിക്കിപ്പോൾ ഒരു ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സസ് ഉണ്ടാവാനും ചാൻസസ് കുറവാണ്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി എഫേർട്ട്ലെസ്. ഇങ്ങനെ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വീഡിയോ ഫോൺ വെക്കുക, റെക്കോർഡ് ചെയ്യുക, പിന്നെ വോയിസ് ഓവർ ചെയ്യുക. ഇതാണ് എനിക്ക് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യം. ഇതിനാണെങ്കിൽ വ്യൂസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്ലാസ്സായിട്ട് ഞാൻ എടുക്കുമെന്ന് ചോദിച്ചാൽ മിക്കവാറും കാണില്ല. പിന്നെ നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കാൻ ഒരുങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പെർസീവറൻസ് എന്ന് പറയും. ഈ ഒരു കാര്യം, ഈ ഒരു ക്വാളിറ്റി ആണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ത്വരയായിരിക്കും. ഇത് പഠിക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് സിലബസ് നോക്കുന്നു, കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുന്നു, ഗൈഡ് വാങ്ങിക്കുന്നു, ഇങ്ങനെ അല്ലെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇതിനൊക്കെ നമ്മൾക്ക് ഭയങ്കര ത്വരയായിരിക്കും, ഭയങ്കര ഒരു ഉത്സാഹമായിരിക്കും. പക്ഷേ ഈ ഉത്സാഹം സ്ഥിരോത്സാഹമായിട്ട് മാറണം. സ്ഥിരോത്സാഹമാണ് പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ, സ്ഥിരോത്സാഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഉത്സാഹം മാത്രം പോരാ, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ വേണം. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തതിൽ ഇപ്പോൾ 50% പോലും ആൾക്കാർ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കോഴ്സിൽ എന്തെങ്കിലുമുള്ള അപാകതയൊന്നുമല്ല. ഇതിൽ 50% ആൾക്കാർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ വരുന്ന ആൾക്കാർ, ഇപ്പോൾ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഡേ ലാസ്റ്റ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അതിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത ആൾ ആ ലാസ്റ്റ് വരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തായാലും റാങ്ക് ലിസ്റ്റിലുണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ആ കുറച്ച് ആൾക്കാർ എന്തായാലും റാങ്ക് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ നമ്മുടെ കോഴ്സ് ആണെങ്കിൽ തന്നെ പർച്ചേസ് ചെയ്തതിൽ 50% ആൾക്കാർ മാത്രമേ നമ്മുടെ കോഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. അവർക്ക് ആ റിസൾട്ട് എന്തായാലും 100% ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പോൾ 2-3 ബാച്ച് നമ്മുടെ കോഴ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചിലും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സ്ഥിരോത്സാഹം, പെർസീവറൻസ് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന കാര്യം എന്ത് കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് അല്ലെങ്കിൽ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഉത്സാഹം മാത്രം പോരാ, ആ ഉത്സാഹം എക്സാം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന വരെ നിങ്ങൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരു വലിയൊരു ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യുക. ഒന്നുകിൽ കമ്പൈൻ സ്റ്റഡിയിലൂടെയോ അല്ലെങ്കിൽ വേറെ ടെക്നിക്സുകൾ നോക്കുക, നിങ്ങളെ പിടിച്ചിരുത്താൻ പറ്റിയ വേറെ എന്തെങ്കിലും ടെക്നിക്സ് നോക്കുക. അതിലൂടെ നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും പെർസീവറൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു കാര്യം ഗൈഡ് വാങ്ങിക്കുക, കോഴ്സ് എടുക്കുക, ഇതിനൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പഠിച്ച് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. പിന്നെ ഒരു പരീക്ഷ ടൈമൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ഒരു 80% കാര്യങ്ങൾ നിങ്ങൾ സിലബസിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ എക്സാം അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺഫിഡൻസ് ഉണ്ടാവും. ഒപ്പം പേടി ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ബബിൾ ചെയ്ത് പോവും. ഈവൻ ദോ നിങ്ങൾക്ക് ടെൻഷനും പേടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും കോൺഫിഡൻസ് ആയിരിക്കും കുറച്ചും കൂടി ഇങ്ങനെ മേലെ പൊങ്ങി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നത്തെ കാര്യം, എക്സാമൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്തോളൂ, നിങ്ങൾ തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നോളൂ. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മാത്രമേ ആൾക്കാർ അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് മാത്രമേ ആൾക്കാർ അറിയുള്ളൂ. അതിൻ്റെ പിന്നിൽ നമ്മൾ എത്രനാൾ പ്രവർത്തിച്ചു, നമ്മൾ എങ്ങനെ പഠിച്ചു, നമുക്കുണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, നമുക്കുണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ്, ഇതൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ അതൊന്നും ആരും കാണിക്കണ്ട. നമ്മൾ എങ്ങനെ പഠിക്കും, നമ്മൾ കഷ്ടപ്പെടും, നമുക്കറിയാമല്ലോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അത് കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറുള്ളവരല്ല, സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അത് കഷ്ടപ്പെടുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഡെഡിക്കേഷൻ ആൻഡ് പെർസെവറൻസ് ലെവൽ കൂട്ടി വരിക. ഇപ്പം ടെമ്പററി ആയിട്ട് ഇപ്പോൾ LD ഒക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ നിർത്തിയിട്ടുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ ഇതിലോട്ട് വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരാൻ ശ്രമിക്കാം.
by dollars, make it hurt.